നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ നിരീക്ഷണ വിമാനത്തെ ഇന്ത്യ ആക്രമിച്ചുവോ എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. അസീം മുനീർ ഉൾപ്പെടെ നടുങ്ങി വിറച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. അറബിക്കടലിന് മുകളിൽ പാകിസ്ഥാന്റെ അത്യാധുനിക നിരീക്ഷണ വിമാനമാണ് നിശ്ചലമായത്. പാകിസ്ഥാൻ നാവികസേനയുടെ അഭിമാനമായ നിരീക്ഷണ വിമാനത്തിന് പുറം ലോകവുമായുള്ള ബന്ധം പാടെ അറ്റുപോയി. ഒരു വെടിയുണ്ട പോലും പായിക്കാതെ പാകിസ്ഥാനെ ഇന്ത്യ മുട്ടുകുത്തിച്ചോ എന്നാണ് ഇപ്പോൾ ലോകം ചോദിക്കുന്നത്. ഈ ആക്രമണത്തിന്റെ ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ ഇന്ത്യയുടെ കരുത്തിനു മുന്നിൽ പാകിസ്ഥാന്റെ മുട്ടിടിക്കുക തന്നെയാണ്. ഡിസംബർ 16-നായിരുന്നു ലോകം നടുങ്ങിയ ഈ സംഭവം ഉണ്ടായത്. ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് സമീപം പരിശീലനം നടത്തുകയായിരുന്ന പാകിസ്ഥാൻ നാവികസേനയുടെ അത്യാധുനിക നിരീക്ഷണ വിമാനത്തിന് നേരെയാണ് ഇലക്ട്രോണിക് വാർഫെയർ ആക്രമണം ഉണ്ടായത്. ആരാണ് ആക്രമണം നടത്തിയതെന്ന് വ്യക്തമല്ലെങ്കിലും ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് സമീപമാണ് ഈ സംഭവം നടന്നത് എന്നതിനാൽ സംശയമുന ഇന്ത്യക്ക് നേരെ തന്നെയാണ് തിരിയുന്നത്. ഡിസംബർ 16-ന് നടന്ന പതിവ് പരിശീലനത്തിനിടെയാണ് ഇലക്ട്രോണിക് വാർഫെയർ ആക്രമണത്തെ തുടർന്ന് RAS-72C ഈഗിൾ എന്ന മാരിടൈം പട്രോൾ വിമാനത്തിന്റെ വാർത്താവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായും നിശ്ചലമായത്. അറബിക്കടലിന് മുകളിൽ ഇന്ത്യൻ തീരത്തിന് സമീപം പരിശീലനം നടക്കുന്നതിനിടെ വിമാനത്തിലെ മുഴുവൻ വാർത്താവിനിമയ സംവിധാനങ്ങളും തകർക്കപ്പെടുകയായിരുന്നു. പരിശീലനത്തിനിടെ പാകിസ്ഥാൻ നാവികസേനയുടെ തന്നെ യർമുഖ് ക്ലാസ് പട്രോൾ കപ്പലുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് വിമാനത്തിനു നേരെ ജാമിംഗ് ഉണ്ടായത്. വിമാനത്തിലെ സുപ്രധാനമായ ലിങ്ക് ഗ്രീൻ, ടാക്ടിക്കൽ ഡാറ്റ ലിങ്ക്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ എന്നിവ ഇതോടെ പ്രവർത്തനരഹിതമായി. ഇതോടെ നിരീക്ഷണ വിമാനം താൽക്കാലികമായി ആകാശത്ത് ഒറ്റപ്പെട്ടു. പാകിസ്ഥാൻ നാവികസേനയുടെ 29ാം സ്ക്വാഡ്രനാണ് ഈ നിരീക്ഷണ വിമാനം ഉപയോഗിക്കുന്നത്. ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തിയ ഈ സീഗൾ വിമാനം അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. അന്തർവാഹിനികളെ കണ്ടെത്താനും അതിനെതിരായ യുദ്ധമുറകളെ സഹായിക്കാനും സാധിക്കുന്ന നിരീക്ഷണ വിമാനമാണ് ഇറ്റാലിയൻ നിർമ്മിത സീ ഈഗിൾ. പാകിസ്ഥാന്റെ സീ ഈഗിൾ എന്നത് പാകിസ്ഥാൻ നാവികസേന ഉപയോഗിക്കുന്ന ഒരു ആധുനിക മറൈൻ പെട്രോൾ വിമാനമാണ്. ഇതിനെ RAS-72 എന്ന് വിളിക്കുന്നു. ഇത് അടിസ്ഥാനപരമായി ATR-72 എന്ന കമേഴ്സ്യൽ വിമാനത്തെ പരിഷ്കരിച്ചെടുത്തതാണ്. ആന്റി സബ്മറൈൻ വാർഫെയർ, നിരീക്ഷണം തുടങ്ങിയ ജോലികൾക്കായി രൂപകൽപ്പന ചെയ്തതാണ് ഈ വിമാനം. പാകിസ്ഥാൻ നാവിക സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നതാണ്. അറബിക്കടലിലെ പാകിസ്ഥാന്റെ കണ്ണ് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ വിമാനം ഇന്ത്യയെ അടുത്ത് നിരീക്ഷിക്കാനായാണ് പാകിസ്ഥാൻ വിന്യസിച്ചത് തന്നെ. എന്നാൽ പാകിസ്ഥാന്റെ കോടികൾ വിലയുള്ള ഈ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് മുന്നിൽ വെറും കളിപ്പാട്ടമായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. അതിർത്തി കടക്കാതെ, ഒരു വെടിയുണ്ട പോലും പാഴാക്കാതെ ശത്രുവിനെ തുരത്താൻ ഇന്ത്യക്കാകും എന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ലിയനാർഡോ സീ സ്പ്രേ, ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് ആരെ, റഡാർ, ഇലക്ട്രോണിക് സപ്പോർട്ട് സിസ്റ്റം എന്നിവ സജ്ജീകരിച്ചിട്ടുള്ള വിമാനമാണ് ഈ സീഗിൾ. അറബിക്കടലിലെ നിരീക്ഷണത്തിന് പാകിസ്ഥാൻ കൂടുതലായി ആശ്രയിക്കുന്ന നിരീക്ഷണ വിമാനം ഈ സീ ഈഗിൾ തന്നെയാണ്. ഇതിന്റെ ആശയവിനിമയ സംവിധാനങ്ങളാണ് ഇന്ത്യൻ തീരത്തിന് സമീപത്ത് വെച്ച് തകരാറിലായത്. സംഭവത്തെക്കുറിച്ച് പാകിസ്ഥാൻ നാവികസേന ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും വിമാനത്തിന്റെ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം. ആരാണ് വിമാനത്തിന്റെ സിഗ്നലുകളെ ജാമിംഗ് ചെയ്തതെന്നാണ് പാകിസ്ഥാൻ പ്രധാനമായും അന്വേഷിക്കുന്നത്. വിമാനത്തിന്റെ തന്ത്രപ്രധാനമായ ആശയവിനിമയ ശൃംഖലയെ കൃത്യതയോടെ തടസ്സപ്പെടുത്താൻ സാധിച്ചു എന്നത് പാകിസ്ഥാനെ തെല്ലൊന്നുമല്ല ആശങ്കയിൽ ആക്കിയിട്ടുള്ളത്. ആധുനിക യുദ്ധമുറകളിൽ പരമ്പരാഗത ആയുധങ്ങളെക്കാൾ മാരകമായി കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോണിക് വാർഫെയറുകൾ. യുദ്ധക്കപ്പലുകളെയും യുദ്ധവിമാനങ്ങളെയും നിഷ്ക്രിയമാക്കാൻ വാർഫെയറുകൾക്ക് സാധിക്കും. ഇത്തരം അദൃശ്യമായ ആക്രമണങ്ങളെ തടയാൻ വേണ്ട സാങ്കേതിക വിദ്യ കൈവശമുള്ള രാജ്യങ്ങൾ യുദ്ധമുന്നണികളിൽ മേൽക്കൈ നേടും. ഇത്തരം ആക്രമണങ്ങൾ യുദ്ധവിമാനങ്ങളുടെയും കപ്പലുകളുടെയും ആശയവിനിമയ സംവിധാനങ്ങളെയാണ് ലക്ഷ്യമിടുക. സിഗ്നലുകൾ തടസ്സപ്പെടുത്തുന്നതിലൂടെ വിമാനത്തിന് കപ്പലുകളുമായോ കൺട്രോൾ റൂമുമായോ ബന്ധപ്പെടാൻ കഴിയാതെ വരുന്നു. ഇത് ഏകോപനം ഇല്ലാതാക്കുകയും ആശയക്കുഴപ്പങ്ങൾക്കും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്കും നയിക്കും. ഇത്തരം നീക്കങ്ങൾ യുദ്ധത്തിൽ പരാജയം ക്ഷണിച്ചു വരുത്താൻ ഇടയാക്കുകയും ചെയ്യും. ഇതിനും പുറമെ ഓപ്പറേഷൻ സിന്ദൂരിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ പിന്തുടർന്ന് ഇന്ത്യൻ സൈന്യം 850 കാമിക്കേസ് ഡ്രോണുകൾ സ്വന്തമാക്കാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്തയും പാകിസ്ഥാനെ വീണ്ടും ഞെട്ടിക്കുന്നു. 3 പ്രതിരോധ സേനകളെയും പ്രത്യേക സേനകളെയും സജ്ജമാക്കാൻ ഇവ ഉപയോഗിക്കും. ആയുധ സംഭരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഈ മാസം അവസാന ആഴ്ച നടക്കുന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിന്റെ ഉന്നതതല യോഗത്തിൽ ഇത് ഉടൻ അംഗീകരിക്കപ്പെടുമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ വാർത്താ ഏജൻസിയോട് പറഞ്ഞു.
സേനയുടെ ഫാസ്റ്റ് ട്രാക്ക് നടപടിക്രമങ്ങൾ പ്രകാരം നടപ്പിലാക്കുന്ന ഈ നിർദ്ദേശമനുസരിച്ച് തദ്ദേശീയ സ്രോതസ്സുകളിൽ നിന്ന് ലോഞ്ചറുകൾ സഹിതം ഏകദേശം 850 യുദ്ധോപകരണങ്ങൾ സൈന്യം സ്വന്തമാക്കും. ഇത്തരത്തിലുള്ള യുദ്ധോപകരണങ്ങൾ ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്നുണ്ടെന്നും ഭാവിയിൽ ഏകദേശം 30,000 അത്തരം യുദ്ധോപകരണങ്ങൾ എല്ലാ പോരാട്ട സേനകളെയും സജ്ജമാക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി മുതൽ ഓരോ ആർമി ഇൻഫൻട്രി ബറ്റാലിയനിലും ഒരു അശ്വിനി പ്ലാറ്റൂൺ ഉണ്ടായിരിക്കും. അവർ ശത്രു ലക്ഷ്യങ്ങൾക്കെതിരെ ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുകയും കലാപത്തെ നേരിടുന്നതിൽ പങ്കുവഹിക്കുകയും ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂരിന്റെ സമയത്ത് പാകിസ്ഥാനിലെ തീവ്രവാദ ആസ്ഥാനങ്ങൾ ലക്ഷ്യമിടാൻ ഇന്ത്യൻ സൈന്യം വ്യാപകമായി ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു. ഓപ്പറേഷന്റെ ആദ്യ ദിവസം തന്നെ 9 തീവ്രവാദ ഒളിത്താവളങ്ങളിൽ 7 എണ്ണം ഇന്ത്യ ഇല്ലാതാക്കി. 26 പേരുടെ മരണത്തിന് കാരണമായ പഹൽഗാം തീവ്രവാദ ആക്രമണത്തിനായുള്ള പ്രതികാരമായാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. മലയാളി വാർത്ത പ്ലസ്.